وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും ഉപദേശിക്കുന്നു, വസീയത്ത് ചെയ്യുന്നു. ഇന്ന് നാം ഓരോരുത്തരും ദുനിയാവിന്റെ പിന്നാലെ ഓടുകയാണ്. ദുനിയാവ് മാത്രമാകുന്നു പലരുടെയും ലക്ഷ്യം. പേരും പ്രശസ്തിയും അധികാരവും മാത്രമാകുന്നു എല്ലാവരും സ്വപ്നം കാണുന്നത്. മനുഷ്യർ രാവിലെ ഉണരുന്നത് ദുനിയാവിലെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയാകുന്നു. അവനോടുന്നത് ദുനിയാവിന് വേണ്ടിയാകുന്നു. കഷ്ടപ്പെടുന്നത് ദുനിയാവിൽ സുഖകരമായി ജീവിക്കണം, ആസ്വദിക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാകും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലറയാകുന്നു ദുനിയാവ് എന്നുള്ളത്. ആഖിറത്തിനായി സമയം കണ്ടെത്തുവാൻ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയാകുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുനിയാവ് ഒരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്തുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാകും. ഒരു വീട് കിട്ടിയാൽ ഇതിലും വലിയൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ജോലി കിട്ടിയാൽ ഉയർന്ന പദവി എങ്ങനെ നേടിയെടുക്കാം എന്ന് ആലോചിക്കുകയാകും. പണം കിട്ടിയാൽ ഇനിയും വേണമെന്നുള്ള
കൂടുതലായിട്ട് സമ്പാദിക്കണമെന്നുള്ള ഒരു ചിന്തയോട് കൂടിയാകുന്നു മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ഖബറിലേക്ക്, പരലോകത്തേക്ക് നമ്മൾ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതായിരിക്കണം. ദുനിയാവിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് കുൻ ഫിദ്ദുനിയ കഅന്നക വരീബുൻ ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആയിരിക്കണം നിൽക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ നമസ്കാരം സമയത്ത് ഉണ്ടാകാറുണ്ടോ? അതുപോലെ തന്നെ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്? എന്ത് മാറ്റമാകുന്നു ഖുർആൻ മുഖേന എനിക്കുണ്ടായിട്ടുള്ളത്? ഹറാമുകളിൽ നിന്ന് അകലുവാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു ശീലം നമുക്കുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവന് പരലോകത്ത് ഒന്നും തന്നെ ലഭിക്കുകയില്ല. അവനവിടെ നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. ദുനിയാവ് ആഗ്രഹിച്ചു കൊണ്ടാണ് ജീവിക്കുന്നെങ്കിൽ ഇവിടെ അല്ലാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുത്തേക്കാം. പക്ഷെ പരലോകത്തിന് അവൻ നിരാശനായിരിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൻ കാന യുരീദു ഹർസൽ ആഖിറ, ആരെങ്കിലും പരലോകത്തെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, പരലോകത്ത് വിജയിക്കണം, പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ ആ കൃഷിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധനവ് ഉണ്ടാക്കി കൊടുക്കും. അവിടേക്കുള്ള മാർഗങ്ങൾ അവനോട് ഒരുപാട് തുറന്നു കൊടുക്കും. എന്നാൽ വമൻ കാന യുരീദു ഹർസദ് ദുനിയ, ദുനിയാവിലെ കൃഷിയാണ്, ദുനിയാവിൽ അവന് കൃഷിയിൽ വർദ്ധനവ് ഉണ്ടാകണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നുക്തിഹി മിൻഹാ, അവൻ അതിൽ നിന്ന് നിൽക്കും. ദുനിയാവിലെ വർദ്ധനവ് ചിലപ്പോൾ അവന് കൊടുത്തേക്കാം. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. പരലോകമാണ് ഉദ്ദേശമെങ്കിൽ, പരലോകത്ത് രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശമെങ്കിൽ, അതാണ് അവൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ വിജയിക്കുവാനുള്ള വാതിലുകൾ അവന് തുറക്കപ്പെടും. എന്നാൽ ദുനിയാവിലെ ആസ്വാദനങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഇവിടെയുള്ള സുഖ സൗകര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടേക്കുമുള്ള മാർഗങ്ങൾ അവന് തുറക്കപ്പെടും. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, പരലോകത്ത് അവന് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല, ഒരു രക്ഷയും ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരലോകത്തെ വിജയം ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട്, അവിടെ അവൻ ശാശ്വതമായിരിക്കും. ദുനിയാവിനെ ആഗ്രഹിച്ച് ജീവിക്കുന്നവർക്ക് ദുനിയാവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പരലോകം അവൻ നഷ്ടമായിരിക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാകുന്നു. മൻ കാന യുരീദുൽ ആജില, ആരെങ്കിലും
ഇഹലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഇച്ഛിക്കുന്നതിൽപ്പെട്ട അവൻ നൽകും, അതിൽപ്പെട്ടത് അവൻ നൽകുന്നതാകുന്നു. ثم جعلنا له جهنم يصلاها مذموما مدحورا, പിന്നീട് അവനായി നാം നരകം നിശ്ചയിക്കുന്നതാകുന്നു. അപമാനിതനായി കൊണ്ട് ആ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. എന്നാൽ വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പരിശ്രമിക്കുകയാണെങ്കിൽ അവന് ഫൗലായിക കാന സഅയുഹും മഷ്കൂറ, അവരുടെ പരിശ്രമം അവർക്ക് പ്രതിഫലമുള്ളതായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അവൻ അതിനുവേണ്ടി അതിന്റെ പിന്നാലെയാണ് അവൻ ഓടുന്നെങ്കിൽ, അതാണ് അവൻ ഇച്ഛിക്കുന്നെങ്കിൽ, അവൻ നരകത്തിലേക്കായിരിക്കും അവന്റെ പോക്ക്. എന്നാൽ പരലോകം ഉദ്ദേശിച്ചുകൊണ്ട് അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുകയാണെങ്കിൽ ആ പരിശ്രമത്തിനുള്ള ഫലം, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. വിശുദ്ധ ഖുർആൻ ഇഹലോകത്തെ കുറിച്ച്, ഇഹലോക ജീവിതത്തെ കുറിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇഹലോക ജീവിതത്തെ കുറിച്ച്. ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നാകുന്നു. ഇഹലോക ജീവിതം എന്നത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാകുന്നു ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ, ഇഹലോകത്തെ സുഖാനുഭവം എന്ന് പറഞ്ഞാൽ തുച്ഛമാകുന്നു, വളരെ തുച്ഛമാകുന്നു, കുറഞ്ഞ സമയം മാത്രമാകുന്നു എന്നാകുന്നു ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഅബുൻ വലഹുവൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കളിയും വിനോദവുമല്ല, തമാശയുമല്ലാതെ മറ്റൊന്നുമല്ല എന്നാകുന്നു ഖുർആൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ കളിയും അതുപോലെ തന്നെ തമാശകളും ഒക്കെയാകുന്നു ദുനിയാവ് എന്നാകുന്നു ഒരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു ഫമാ മതാഉദ് ദുനിയാ ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ, എന്നാൽ പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോക ജീവിതത്തിലെ സുഖാനുഭവം കുറച്ചാകുന്നു, തുച്ഛമല്ലാതെ മറ്റൊന്നുമല്ല എന്നാകുന്നു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് കളിയും തമാശവുമാകുന്നു. ഇതിന്റെ സുഖ സൗകര്യങ്ങൾ കണ്ട്, ഇതിന്റെ പളപളപ്പ് കണ്ട് അതിന്റെ പിന്നാലെ പോകുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പരിശ്രമിക്കേണ്ടത്, നമ്മൾ അഹോരാത്ര പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും നാളെ പരലോകത്ത് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയായിരിക്കണം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് പൊങ്ങച്ചമാകുന്നു എന്നാകുന്നു വിശേഷിപ്പിച്ചിരിക്കുന്നത്. യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുവൻ വസീനത്തുൻ വതഫാഖുർ, നിങ്ങൾ അറിയണം അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഇഹലോക ജീവിതം എന്നാൽ അത് കളിയാകുന്നു, വിനോദമാകുന്നു, അലങ്കാരമാകുന്നു. വതഫാഖുറും ബൈനകും, പരസ്പരം ദുരഭിമാനം നടിക്കലാകുന്നു. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, ധാരാളം സ്വത്തുക്കളുടെയും സന്താനങ്ങളുടെയും പേരിൽ പെരുമ കാണിക്കലുമാകുന്നു എന്നാകുന്നു വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പണത്തിന്റെ പേരിൽ, കുട്ടികളുടെ മക്കളുടെ പേരെല്ലാം തന്നെ പെരുപ്പം കാണിക്കൽ മാത്രമാകുന്നു ദുനിയാവ് എന്നാകുന്നു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പല രൂപത്തിൽ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുനിയാവിനെ കുറിച്ച് നടത്തിയ ചില ഉദാഹരണങ്ങൾ
ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചത്ത ആടിന് തുല്യമാകുന്ന ദുനിയാവ് എന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളുമായിട്ട് അങ്ങാടിയിൽ കൂടി നടന്നു പോവുകയായിരുന്നു. ഫമറ ബിജദിൻ നസക്ക മയ്യിത്തിൻ, ഒരു കോലാട്ടിൻ കുട്ടിയെ, ചെവിക്കുറവുള്ള ചത്ത ഒരു ആട്ടിൻകുട്ടിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. എന്നിട്ട് അതിനെടുത്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യക്കും യുഹിബ്ബു അന്ന ഹാദാ ലഹു ബിദിർഹിമി, നിങ്ങൾക്ക് ഇതൊരു ദിർഹമിന് സ്വന്തമാക്കാൻ നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടമെന്ന് ചോദിക്കുകയുണ്ടായി. സ്വഹാബാക്കൾ മറുപടി പറഞ്ഞു, മാ നുഹിബ്ബു, ഞങ്ങൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. വമാ നസ്നഉ ബിഹി, എന്ത് ഉപകാരമാകുന്നു, എന്താണ് ഇതിനെ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്നും സ്വഹാബാക്കൾ ചോദിക്കുകയുണ്ടായി. അതുഹിബ്ബൂന അന്നഹു ലക്കും, നിങ്ങൾ ആരും ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയുണ്ടായി. ഖാലു, അവർ പറഞ്ഞു, വല്ലാഹി ലൗ കാന ഹയ്യ, അല്ലാഹു തന്നെയാണ് സത്യം, അതിന് ജീവനുണ്ടായിരുന്നാലും ശരി, കാന ഐബൻ ഫീഹി ലിഅന്നഹു അസഖു, അത് ന്യൂനതയുള്ള ചെവിക്കുറവുള്ള ഒരാടാകുന്നു. എന്താണ് അതിനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക? മാത്രമല്ല വഹുവ മയ്യിത്തുൻ, അത് ചത്തതാകുന്നു എന്നും സ്വഹാബാക്കൾ മറുപടി പറയുകയുണ്ടായി. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫവല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ലലദ്ദുനിയ അഹ്വനു അലല്ലാഹ്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നിസ്സാരമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാകുന്നു. നിസ്സാരമാകുന്നു അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാകുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കൊതുകിന്റെ ചിറകിനേക്കാൾ ദുർബലമാകുന്നു എന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഅൂദ, അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്കിലും വിലയുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്തൊന്നും ഇവിടെ നിന്ന് വിട്ടുപോകുവാനുള്ള ഒന്നാകുന്നു. ശാശ്വതമായിട്ട് ഇവിടെ നിൽക്കുവാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ പരിശ്രമിക്കേണ്ടത്, ഇവിടെ നമ്മൾ അധ്വാനിക്കേണ്ടത് പരലോകത്ത് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളുടെ ആയിരിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല ഇന്ന ഹാദിഹി ദുനിയ ഹൽവത്തുൻ ഖദിറത്തുൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ മധുരമുള്ളതും പച്ചയുള്ളതുമാകുന്നു. വഅന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, നിങ്ങളെ അതിൽ അല്ലാഹു തആല പിൻഗാമികളാക്കി നിശ്ചയിച്ചിരിക്കുകയാകുന്നു. ഫനാദിറുൻ കൈഫ തഅമലൂൻ, എങ്ങനെയാണ് നിങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുവാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അലാ അറിയുക, ഫത്തഖുദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നമ്മൾ എവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അയ്യക്കും അഹ്സനു അമല, ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയാകുന്നു നമ്മൾ ഓരോരുത്തരെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണമെന്നാകുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരുന്നുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ കേവലം അലങ്കാരമായ ഈ ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ പരലോകത്തേക്ക് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, പണവും അതുപോലെ തന്നെ സന്താനങ്ങളുമെല്ലാം ഈ ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാകുന്നു. വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ
വഖൈറുൻ അമല, ബാക്കിയാവുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും. എന്നെന്നും നിലനിൽക്കുന്നത് സൽക്കർമ്മങ്ങൾ ബാക്കിയായിരിക്കും. അതായിരിക്കും നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലമായി ഏറ്റവും ഉത്തമമായത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. പ്രിയപ്പെട്ടവരെ, പരലോകത്തെ പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും നഷ്ടമുണ്ടായിരിക്കുകയില്ല. അതിനുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാകുന്നു. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഇന്നാ ലാ നുളിയു അജ്റ മൻ അഹ്സന അമല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്ത ആളുകൾക്ക് ഇന്നാ ലാ നുളിയു അജ്റ മൻ അഹ്സന അമല, അങ്ങനെ ചെയ്ത ഒരാളുടെയും പ്രതിഫലങ്ങൾ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാകുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാകുന്നു അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാകുന്നു. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്ന ആ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യമാകുന്നു. ആഗ്രഹം സഫലമാകണമെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന മാർഗം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് മാത്രമാകുന്നു. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ എന്ന് നമ്മൾ ഓരോരുത്തരും പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലുള്ളതാകുന്നു. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനാകുന്നു. യൂഹാ ഇലയ്യ, ഞാൻ നിങ്ങൾക്ക് വഹി നൽകുന്നു, പറഞ്ഞിരുന്നു. അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ രക്ഷിതാവ് ഏകനായ രക്ഷിതാവാകുന്നു. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയഅമൽ അമലൻ സ്വാലിഹാ, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അതുകൊണ്ട് ധാരാളമായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ പരലോക സുരക്ഷയ്ക്ക് വേണ്ടി നാം തയ്യാറെടുക്കേണ്ടതാകുന്നു. അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. അന്നേ ദിവസം പല സംഘങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടപ്പെടും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുവാൻ വേണ്ടി, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടപ്പെടും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ഒരാണ് മണിത്തൂക്കം നന്മ ചെയ്താൽ, നന്മ പ്രവർത്തിച്ചാൽ അത് നിങ്ങൾ കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരാണ് മണിത്തൂക്കം തിന്മ ചെയ്താൽ, പ്രവർത്തിച്ചാൽ അതും നിങ്ങൾക്ക് അവിടെ കാണാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് വെച്ചുള്ളൊരു വിലാപമുണ്ട്. നമ്മളൊന്നും പ്രവർത്തിക്കാതെ ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ എത്തിയാൽ നമ്മൾ ഖേദിക്കുകയാകും, നമ്മൾ പറഞ്ഞു പോകും. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്റെ ജീവിതത്തിന് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ സമയത്ത് വിലപിക്കുന്ന ഒരു രംഗം നമുക്ക് കടന്നു വരാനുണ്ട്. അവിടെ ശിക്ഷിക്കുന്ന പ്രകാരം അല്ലാഹു ശിക്ഷിക്കുന്ന പ്രകാരം ഒരാളും തന്നെ ശിക്ഷിക്കുകയില്ല. അവനെ പിടിച്ച് ബന്ദിയാക്കുന്ന പോലെ ഒരാളും തന്നെ ബന്ദിയാക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തുലാസ് കനം തോന്നുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. അന്നേ ദിവസം തുലാസ് സത്യസന്ധമാകുന്നു, യാഥാർത്ഥ്യമുള്ളതാകുന്നു. അവന്റെ തുലാസ് കനം തോന്നിയാൽ അവൻ വിജയിക്കും. എന്നാൽ അവന്റെ തുലാസ് കനം കുറഞ്ഞ
അൻഫുസഹും അക്കൂട്ടർ സ്വന്തമായി നഷ്ടത്തിലായിരിക്കും. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ നമ്മുടെ ആയത്തുകളെ തള്ളിക്കളഞ്ഞതുകൊണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. അതുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകാതെ നമ്മൾ ഓരോരുത്തരും പരലോകത്ത് രക്ഷപ്പെടുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നീങ്ങുക. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അനീതിയുടെ ലോകത്താകുന്നു നാം ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദുനിയാവിലെ കോടതിയിൽ നിന്ന് നീതി നിഷേധത്തിന്റെ വാർത്തകളാകുന്നു നാം പലപ്പോഴായിട്ട് കേൾക്കാറുള്ളത്. എന്നാൽ അനീതിയില്ലാത്ത ഒരു കോടതിയും വിചാരണയും നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാകുന്നു. അവിടെ ആരോടും തന്നെ അനീതി കാണിക്കുകയില്ല. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വല്ലവനും നല്ലത് പ്രവർത്തിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയായിരിക്കും. വമൻ അസാഅ ഫഅലൈഹാ വല്ലവനും തിന്മ ചെയ്താൽ അതിന്റെ ദോഷവും അവന് തന്നെയായിരിക്കും. വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ് തന്റെ രക്ഷിതാവ് അടിമകളോട് അനീതി കാണിക്കുന്നവനെ അല്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അല്ലാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. കണിശമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് നൽകപ്പെടും. നമ്മുടെ വാക്കുകൾ പോലും അല്ലാഹു രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ് അവന്റെ കണ്ടനാടിയേക്കാൾ അവനോട് അടുത്തവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന കാര്യങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇദ യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നുകൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന ഒരു സന്ദർഭം. രണ്ടാളുകൾ എഴുതി വെക്കുകയാകുന്നു. നന്മയും തിന്മയും എല്ലാം തന്നെ രേഖപ്പെടുത്തി വെക്കുകയാകുന്നു. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് യാതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുക്കൽ ഒരു നിരീക്ഷകരുണ്ട് എന്നുള്ള ഒരു ബോധം പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാകുന്നു. നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ രേഖപ്പെടുത്തി അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു രംഗമുണ്ട്. വലത് കൈയിലാണ് ഗ്രന്ഥം കിട്ടുന്നെങ്കിൽ അവൻ വിളിച്ചു പറയും എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്ന് അവന് വിളിച്ചു പറയും. ഞാനൊരു വിചാരണ നേരിടേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്ന് അവൻ വിളിച്ചു പറയും. അവൻ തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും. എന്നാൽ ഇടത് കൈയിലാണ് ഗ്രന്ഥം കിട്ടിയതെങ്കിൽ, തിന്മ ചെയ്തുകൊണ്ട് ഇടത് കൈയിലാണ് ഗ്രന്ഥം കിട്ടിയതെങ്കിൽ, ഇടത് കൈയിലാണ് ഗ്രന്ഥം കിട്ടിയതെങ്കിൽ അവൻ വിളിച്ചു പറയും എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ
ഗ്രന്ഥകാരെ നമുക്ക് കടന്നു വരാറുണ്ട്. ആ ഗ്രന്ഥം കിട്ടുമ്പോൾ അവൻ വിളിച്ചു പറയും യാ വൈലത്ത വയഖൂലൂന യാ വൈലത്തന മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് രേഖപ്പെടുത്താതെ ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് അവൻ വിളിച്ചു പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാകുന്നു. നമുക്ക് വേണ്ടി സാക്ഷി പറയുവാൻ ആരും ഉണ്ടാവുകയില്ല. ഇവിടെ നമുക്ക് വേണ്ടി സാക്ഷി പറയുവാൻ സഹായിക്കുവാൻ ധാരാളം ആളുകളുണ്ട്. പക്ഷേ പരലോകത്ത് നമ്മൾ ഒറ്റക്കായിരിക്കും. നമ്മുടെ കാലുകളും നമ്മുടെ കൈകളും ആയിരിക്കും നമുക്ക് വേണ്ടി സാക്ഷി പറയുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ഈ ജീവിതം ധന്യമാക്കുവാൻ, ഈ ദുനിയാവിലെ ജീവിതത്തെ പരലോകത്തേക്കുള്ള രക്ഷപ്പെടാനുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാകുന്നു. ശഅബാനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാകുന്നു ശഅബാൻ. നോമ്പ് നോറ്റ മാസമാകുന്നു ശഅബാൻ. മാത്രമല്ല റമദാനിലേക്ക് ഒരുങ്ങുവാനുള്ള മാസമാകുന്നു. അശ്രദ്ധമാക്കാതെ ധാരാളം ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടും കൃത്യമായി നമസ്കരിച്ചുകൊണ്ടും ജമാഅ നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും ഈ ദിവസങ്ങളെ ധന്യമാക്കുവാൻ, നന്മകൾ വാരിക്കൂട്ടുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.